ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രബുദ്ധമായ ജനാധിപത്യ കേരളത്തിലെ സകല പൗരന്മാരും, ഇപ്പോൾ കുഞ്ഞു കുട്ടികളടക്കം, പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുഞ്ഞു കുട്ടികളടക്കം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനമുണ്ട്. എല്ലാവരുടെയും മനസ്സ് മുൾമുനയിലാണ്. അത് നമുക്കൊക്കെ അറിയാമല്ലോ. ഈ നിമിഷത്തിൻ്റെ പ്രത്യേകത, കേരളത്തിൻ്റെ സഭാ തിരഞ്ഞെടുപ്പ് ഏതാണ്ട് ഒരു മാസത്തോളമുള്ള കാത്തിരിപ്പിനൊടുവിലാണ് വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞത്. അത്തരം ദിവസം തന്നെ നമുക്ക് നമ്മളെ പരമാവധി നമുക്ക് ക്ഷമിച്ചാണ്. പിന്നെ വോട്ടെണ്ണൽ കഴിഞ്ഞു. 102 സീറ്റുകളുമായിട്ട് UDF അത്യുജ്വല വിജയം നേടുകയും ചെയ്തു. 4-5 ദിവസത്തിനുള്ളിൽ പുതിയ ഗവൺമെൻറ് രൂപീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ചില ട്വിസ്റ്റുകൾ കാരണം ഈ മുഖ്യമന്ത്രി ചർച്ച നാടകീയമായിട്ട് വൈകുകയും ഒരുപാട് പ്രോസസ്സുകൾ കടന്നിട്ട് ഇന്നിപ്പോൾ അത് പ്രഖ്യാപനത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും മുഖ്യമന്ത്രി പ്രഖ്യാപനം വരും. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജനാധിപത്യ കേരളത്തിലെ വോട്ടർമാർ അവരുടെ ഹൃദയങ്ങളിൽ ഊട്ടിയുറപ്പ് അനീതികളോട് വിയോജിക്കുവാനും അനീതി തുടച്ചു മാറ്റുവാനും നീതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം നടത്തുവാനും അതുപോലെ തന്നെ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി ലഭ്യമാവാനും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ ഇടപെടാനും ഒക്കെ എല്ലാ കാര്യങ്ങളിലും അഴിമതി അതുപോലെ സ്വജനപക്ഷപാതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്നവരാണ് കേരളീയർ. അതുകൊണ്ടാണ് ഓരോ ഇലക്ഷനിലും ഇവിടെ മുന്നണികൾ മാറി മാറി വരുന്നത്. പ്രബലമായിട്ടുള്ള 2 മുന്നണികൾ UDFും LDFും, അതിൻ്റെ കൂടെ ഇപ്പോൾ ഉയർന്നു വരുന്ന NDAയും. ഈ മുന്നണികൾക്ക് അപ്പുറത്തേക്ക് നിഷ്പക്ഷമായി വോട്ട് ചെയ്യുന്ന ഏതാണ്ട് 5% വോട്ടർമാർ കേരളത്തിലുണ്ടെന്നതാണ്. അത് നമുക്ക് ഓരോ ഇലക്ഷൻ്റെയും റിസൾട്ടുകൾ അപഗ്രഥനം ചെയ്യുമ്പോൾ നമുക്കറിയാം. അവരാണ് ഈ ഇലക്ഷനിൽ ഏത് മുന്നണി ജയിക്കണമെന്ന് കൃത്യമായി തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോ ഗവൺമെൻറ്റും ഓരോ മുന്നണിയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 5 വിഭാഗം ജനങ്ങൾ എങ്ങനെ ചിന്തിക്കും. അവർക്ക് പാർട്ടി ബയാസില്ല. അവർക്ക് അവർക്ക് ഇപ്പോൾ ഈ സങ്കുചിതമായിട്ടുള്ള ഒരു കക്ഷി രാഷ്ട്രീയമില്ല. കാരണം ഇപ്പോഴത്തെ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ. മൂല്യബോധം നഷ്ടപ്പെട്ട, മൂല്യശോഷണം വന്നിട്ടുള്ള കക്ഷി രാഷ്ട്രീയമാണല്ലോ. അതുകൊണ്ട് അതിലൊന്നും അവർക്ക് വിശ്വാസമില്ല. പക്ഷേ അവർക്ക് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അവർക്ക് ഐഡിയാസ് ഉണ്ട്. അവർക്ക് ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, സാമൂഹ്യ നീതി, ഈ സുതാര്യ വികസനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കാഴ്ചപ്പാടുകളുണ്ട്. പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ട്. പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ അവകാശ നിഷേധങ്ങൾ നടത്തുമ്പോൾ പ്രതികരിക്കാനുള്ള മനസ്സുണ്ട്. ഇങ്ങനെ അതൊക്കെ ഇവരുടെ ഈ പ്രതികരണമൊക്കെ രേഖപ്പെടുത്തൽ അധികം എന്തായിരിക്കും, ഈ ബാലറ്റ് പേപ്പറിൽ കൂടി അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ കൂടിയായിരിക്കും. അവരുടെ പൾസ് മനസ്സിലാക്കാൻ ആർക്ക് കഴിയുന്നു അവരാണ് വിജയിക്കുക എന്നുള്ള ചരിത്രമാണ്. എനിക്ക് ഇപ്പോൾ സങ്കുചിതമായിട്ട് ഒരു കക്ഷി രാഷ്ട്രീയമില്ല. എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ ഈ കക്ഷി രാഷ്ട്രീയമൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് ഉയർന്ന രാഷ്ട്രീയ ബോധമുണ്ട്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഉയർന്ന ജനാധിപത്യ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്.